ഒളിവിൽ കഴിയുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിക്കെതിരെ വീണ്ടും കേസ്. ഓരോ ദിവസവും അർജുൻ ആയങ്കി ഒരു പോസ്റ്റ് ഇടും, തൊട്ടടുത്ത ദിവസം അടുത്ത കേസ് വരും. മുഖ്യമന്ത്രി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ആലുവ സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മനോജ് ജോസ് എന്നയാളുടെ പരാതിയിലാണ് നടപടി. സജോ ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, എന്താണ് വീണ്ടും കേസ് പിടിക്കുകയാണോ ആയെങ്കിൽ? ഈ ഇക്കുറി മുഖ്യമന്ത്രിക്കെതിരെ ഇട്ട സോഷ്യൽ മീഡിയ പോസ്റ്റാണ് കേസിനിടയാക്കിയതെന്ന് തോന്നുന്നു. എന്താണ് സംഭവം? ഡോക്ടർ അരുൺകുമാർ, മുഖ്യമന്ത്രിയെ വിമർശിച്ച് 5-ാം തീയതി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിനാണ് അർജുൻ ആയങ്കിക്കെതിരെ ആലുവ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മനോജ് ജോസ് ആഴകത്ത് എന്നയാൾ DGPക്ക് ഇമെയിൽ മുഖേന നൽകിയ പരാതി ആലുവ റൂറൽ പോലീസിന് കൈമാറുകയായിരുന്നു. അതിലാണിപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപ് ഏറ്റവും അടുത്ത കേസ്, വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു അർജുൻ ആയങ്കിക്കെതിരെ. അത് പോലീസിനെ ഭീഷണിപ്പെടുത്തി, ആഭ്യന്തരമന്ത്രിക്കെതിരായ ഭീഷണി, വെല്ലുവിളി, അധിക്ഷേപം എന്നിവ തുടങ്ങിയുള്ള കേസുകളാണ് ഏറ്റവും ഒടുവിൽ. ആ കൂട്ടത്തിലേക്ക് മറ്റൊരു കേസ് കൂടിയും വരുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. ആ ഫേസ്ബുക്ക് കുറിപ്പ് സംബന്ധിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് കേസെടുത്തത് എന്നാണ് പോലീസ് പറയുന്നത്. മുഖ്യമന്ത്രിയെ പൊതുസമൂഹത്തിൽ അപമാനിച്ച് ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചു എന്നാണ് FIR പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചു, അപകീർത്തിപ്പെടുത്തി, അതുകൂടാതെ ലഹളയുണ്ടാക്കാനുള്ള ശ്രമം എന്നിവ, അതുകൂടാതെ IT ആക്ടിലെ വകുപ്പ് എന്നിവ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് അർജുൻ ആയങ്കിക്കെതിരെ കൂടുതൽ കേസുകൾ വരുന്നു, വിവിധങ്ങളായ പരാതികളിൽ മേൽ കൂടുതൽ കേസ് വരുന്നു. ഇപ്പോഴത്തെ വിവാദവും പോലീസിനെതിരായ ഭീഷണിയും അധിക്ഷേപവും, അതുകൂടാതെ ഒളിവിലിരുന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി പോസ്റ്റുകൾ പങ്കുവെക്കുന്നതുമൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയാണ്. പോലീസ് അർജുൻ ആയങ്കിക്ക് പിന്നാലെയാണ്. ഇതിനിടെയാണ് മറ്റൊരു കേസ് കൂടി സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഒരു പ്രേക്ഷകൻ പറയുന്നു, ജോൺ മാത്യു, 6 വധശ്രമ കേസും 18 ക്രിമിനൽ കേസുമുള്ള BJP കൗൺസിലിന്റെ മുന്നിൽ വിറച്ചു നിന്ന് മുട്ടിലിഴയുകയാണ് ആഭ്യന്തര വകുപ്പ്. എന്നിട്ടാണ് ഇവിടെ അർജുൻ ആയങ്കിക്കെതിരെ പിന്നാലെ വലിയ ഒരു സന്നാഹവും ഇളക്കിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് ശരിയാണ് അല്ലേ? ഒരു ഭാഗത്ത് TG മോഹൻദാസിനെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിനിടയിലാണ് അർജുൻ ആയങ്കിക്കെതിരെയുള്ള പോലീസ് നീക്കം.